السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا آوى أحدكم إلى فراشه فلينقض فراشه بداخلة إزاره فإنه لا يدري ما خلفه عليه. മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവുകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഉറങ്ങേണ്ടുന്ന കുറേ സൂറത്തുകൾ, ഏകദേശം 8ഓളം സൂറത്തുകളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതൊക്കെ നിർവഹിക്കുന്ന ആളുകളാണ്. കൂടുതൽ വേറെയും ദിക്റുകളും ദുആകളും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഉറക്കം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വജഅൽനാ നൗമക്കും സുബാത്തൻ, ഒരു വിശ്രമമാക്കിയിട്ടുണ്ടെന്നാണല്ലോ. പലപ്പോഴും നമ്മൾ ദിക്റുകളും ഔറാദുകളൊക്കെ ചൊല്ലുക എന്താ, ഈ ഉറക്കത്തിന് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഉറക്കത്തിന് വിഘ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, കിടക്കുന്നോട്ട് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയൊക്കെയാണ് നമ്മളിതൊക്കെ ചൊല്ലുക. അതിന് വിഘാതമായി തീരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളില്ലാതെ ചെയ്യും. അതുകൊണ്ട് വുളൂ ചെയ്യും, ഈ പറഞ്ഞ സൂറത്തുകളും ദിക്റുകളും ഔറാദുകളും എല്ലാം നിർവഹിക്കും. എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതേ രൂപത്തിലൊക്കെ ഉറങ്ങാൻ കിടക്കും. പക്ഷെ അവിടെയൊക്കെ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇദാ ആവാ അഹദുകും ഇലാ ഫിറാശിഹി, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് ചായാൻ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് ഘട്ടമെത്തിയാൽ, ഫൽ യൻഖുദു ഫിറാശഹു, അവൻ അവൻ്റെ വിരിപ്പ് ഒന്ന് തട്ടിക്കുടയട്ടെ, ബിദാഖിലത്തി ഇസാരിഹി, തൻ്റെ വസ്ത്രത്തിന്റെ ഉൾഭാഗം കൊണ്ട്, ഫഇന്നഹു ലാ യദ്രി മാ ഖല്ലഫഹു അലൈഹി, അവൻ ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടെ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല പ്രാണിയോ അല്ലെങ്കിൽ പൊടിപടലങ്ങളോ ഇനി മറ്റേ വിഷജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടായ, നമ്മൾ ഇന്നലെ വിരിച്ചിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ടല്ലേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞാൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന് നേരെ വിപരീതമാകും. അപ്പൊ എത്ര എന്തായിരുന്നാലും ശരി, ആ വിരി ഒന്ന് തട്ടിക്കൊടയുക. അത് നമ്മൾ പൂർണ്ണമായി ആരോഗ്യവും പ്രയാസവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ വല്ല കിടപ്പ് രോഗികളോ അതല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് തൊട്ടിൽ കിടത്തുകയാണ് അപ്പോഴോ അതല്ലെങ്കിൽ വിരിയിൽ കിടത്തുകയാണ്, ആ സന്ദർഭത്തിലൊക്കെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ദീൻ എന്തൊരു സുന്ദരാണ്. ആരോഗ്യ മേഖലകളിലും അതുപോലെ തന്നെ മറ്റു തരം മേഖലകളിലൊക്കെ റസൂലുള്ളാഹി ഏതെങ്കിലും രൂപത്തിൽ അതിന്റെ സയന്റിഫിക്കായ ലോജിക്കല്ല പറഞ്ഞത്. മനുഷ്യന് നേരിടാൻ സാധ്യതയുള്ള എല്ലാവിധ അപകടങ്ങളും പ്രയാസങ്ങളും നീക്കം ചെയ്യാനും അതിനോട് ഇസ്ലാമികമായ നിലപാട് എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇത്. ഉറങ്ങുന്ന സമയത്ത് അവനവൻ ഇന്നലെ ഉറങ്ങിയതാണ്, ഉച്ചക്കുറങ്ങിയതാണ്, ആ വിരിപ്പും തലയണയും ഒക്കെ തന്നെയാണെങ്കിൽ പോലും അതൊന്ന് തട്ടിക്കുടഞ്ഞ് ആ ഭാഗം സുരക്ഷിതമാക്കുന്നതോടുകൂടി തന്നെ ഇതെന്റെ റസൂൽ പഠിപ്പിച്ച ചര്യകളിൽപ്പെട്ട ഒന്നുകൂടിയാണ് എന്ന ആ ഒരു മുഹിബ്ബ് സുന്ന എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യാൻ കൂടിയുള്ള അവസരമാണ് കൈവരുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വീഴ്ചകളും അബദ്ധങ്ങളും അനർത്ഥവും സംഭവിച്ചു പോയത് അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അവരുടെ ബർസഖിയായ ജീവിതം റാഹത്താക്കി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു കണ്ണട
കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.